ഭാരതീയ കാലഗണനയും പാശ്ചാത്യ ക്രൈസ്തവ കാലഗണനയും ഇത് തമ്മിലുള്ള അജഗജാന്തരമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഭാരതീയ കാലഗണന എന്ന് പറയുമ്പോൾ സൗര സിദ്ധാന്ത പ്രകാരമുള്ള കാലഗണനയാണ്. നമ്മുടെ പൗരാണിക കണക്കുകൾ അനുസരിച്ച് കൃതയുഗം 17,28,000 വർഷമാണ്. 17,28,000 വർഷം. ത്രേതായുഗം 12,96,000 വർഷം. ദ്വാപരയുഗം 8,64,000 വർഷം. കലിയുഗം 4,37,000 വർഷം. ഇപ്പം 4 യുഗങ്ങളും കൂടി ചേർന്നാൽ 43,20,000 വർഷമാണ്. അതായത് കലിയുഗം 4,37,000 പെരുക്കങ്ങളാണ് മറ്റു യുഗങ്ങൾ. രണ്ട് കലിയുഗത്തിൻ്റെ വർഷം ചേർന്നാൽ ദ്വാപരയുഗമാകും. അതിൻ്റെ കൂടെ ഒരു കലിയുഗം കൂടി ചേർന്നാൽ ത്രേതായുഗമാകും. അതിൻ്റെ കൂടെ ഒരു കലിയുഗം കൂടി ചേർന്നാൽ കൃതയുഗമാകും. അപ്പം ഇങ്ങനെയുള്ള ചതുർയുഗം 71 ചതുർയുഗം. അത് 71 ചതുർയുഗം 71 ഗുണം 43,20,000 സമം 30,67,20,000 വർഷമാണ് ഒരു മന്വന്തരം. അങ്ങനെയുള്ള 14 മന്വന്തരം ചേർന്ന വർഷമാണ് ഒരു കൽപ്പം, അതായത് ബ്രഹ്മപകൽ എന്ന് പറയും. ബ്രഹ്മ എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന 4 തരമുള്ള ആ ബ്രഹ്മാവല്ല, ബ്രഹ്മം ഉള്ള അർത്ഥത്തിലാണ്. അതായത് ഒരു ദിവസം കണക്കാക്കുന്ന പോലെ ഏതോ ഒരു വലിയ ഇതിനും ഒരു പ്രാവശ്യം ഒരു ദിവസം എന്നാണ്, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്നാണ്. അത് 429,40,80,000 വർഷമാണ് രണ്ട് കൽപ്പം. അതിൻ്റെ ഇരട്ടിയാണ് 858,81,60,000 വർഷമാണ് ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ഒരു രാത്രിയും പകലും എന്നാണ്. അപ്പോൾ ഇതൊന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്നൊക്കെ പറയുന്ന വ്യക്തികളല്ല. ഒരു കാലസങ്കല്പമാണ്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപിച്ചിരിക്കുന്നവെന്നാണ്. സർവ്വവ്യാപിയായ ഏതൊരു തത്വമുണ്ടോ ആ തത്വത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ശിവൻ എന്ന് പറയുന്ന ഇതെല്ലാം അവസാനം ഈ ഏതിൽ നിന്ന് ഉത്ഭവിച്ചോ അവിടേക്ക് മടങ്ങിപ്പോകും. അപ്പം ചാരമാകും എല്ലാം. ദൃശ്യമല്ലാത്ത ഒരു അദൃശ്യമായ അതാണ് ശിവം എന്ന് പറയുന്നത്. സത്യം, ശിവം, സുന്ദരം എന്ന് പറയുന്ന പരബ്രഹ്മത്തിൽ ലീനമാകുന്ന അവസ്ഥ, മോക്ഷാവസ്ഥ എന്നൊക്കെ പറയുന്നതാണ്. ഭൂമിക്ക് സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റുന്നതിന് 365 ദിവസവും 6 മണിക്കൂറും 12 മിനിറ്റും 36.56 സെക്കൻഡും വേണം. ഇത് ആധുനിക കണക്കനുസരിച്ച് 1.4 സെക്കൻഡ് കൂടുതലാണ്. ഏറ്റവും ആധുനിക കണക്കുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ 1.4 സെക്കൻഡ് കൂടുതലാണ്. ഇപ്പോൾ ഒരു കാര്യവും വ്യക്തമാകും, ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഒന്നും മനുഷ്യരല്ല. ക്രിസ്തീയ പാശ്ചാത്യകളിൽ ഇനി നമുക്ക് ക്രിസ്തീയ പാശ്ചാത്യകളിൽ നിന്ന് നോക്കാം. ബൈബിൾ പ്രകാരം ആദം മുതൽ ഇന്ന് വരെ, അതായത് യേശു വരെയും അത് കഴിഞ്ഞ് യേശു കഴിഞ്ഞ് ഇന്ന് വരെ 2026 വർഷമാണ് ക്രിസ്തു വർഷം. അപ്പോൾ അതിനു മുമ്പുള്ള വർഷങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി 5872 വർഷമാണ്. 100 വർഷം ഈ തേരാഹ് എന്ന് പറയുന്ന ഒരാളുടെ, തേരാഹിൻ്റെ മകൻ അബ്രഹാം, പിന്നെ 100 വർഷം കൂടെ കൂട്ടിയാൽ 5972 വർഷം എന്ന് സത്യവേദ പുസ്തകം പറയും. അത് സത്യവേദ പുസ്തകമാണ്. അപ്പം ആദം ഉണ്ടായിട്ട് 5972 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ന് ആദം ജീവിച്ചിരുന്നുവെങ്കിൽ ആദമിന് 5972 വർഷം ഉണ്ടാകുമായിരുന്നു. ആദം മുതൽ നോഹ വരെ ആ കണക്ക് തന്നെ പറയും. പല കണക്കുകൾ പറയുന്നുണ്ട്, അല്പസ്വല്പം വ്യത്യാസമൊക്കെ ബൈബിളിലുണ്ട്. ഏതായാലും 6000 താഴെയാണ്. ആദം മുതൽ 10 തലമുറ, നോഹ വരെയുള്ള 10 തലമുറ, അതിന് 1556. അടുത്ത 10 തലമുറ, നോഹ മുതൽ തേരാഹ് വരെ ഉള്ള 10 തലമുറ 390 വർഷമേ ഉള്ളൂ. തേരാഹിൻ്റെ മകനാണ് അബ്രഹാം ജീവിച്ചിരുന്ന BC 1900 ആണ്ടിലാണ്. അപ്പോൾ അങ്ങനെ ആകെ കണക്കാക്കിയാൽ 1900
പിന്നെ 156, 390 ഇതെല്ലാം കൂടെ ചേർത്ത് 2026 കൂടി ചേർത്താൽ 5972 വർഷം മുമ്പ്, അത് നേരത്തെ പറഞ്ഞു 6000 വർഷമായിട്ടില്ല ലോകമുണ്ടായിട്ട് എന്നാണ്. ഇങ്ങനെ ഇത് ധാരാളമായിട്ട് ആളുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഇവർക്കൊരു പുനർചിന്തനം ഉണ്ടായി. മഹാമണ്ഡത്തരമാണല്ലോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം, ഏറ്റവും തനി വിഡ്ഢിത്തരം എന്നേ പറയാൻ പറ്റും. അപ്പോൾ അവരൊരു പുതിയ കണക്ക് അവരെ കണ്ടുപിടിച്ചു. പുതിയ കണക്ക് കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ഇതിൻ്റെ വാക്യം പറഞ്ഞോട്ടെ, മനുഷ്യ സംസ്കാരം ഉണ്ടായിട്ട് 6000 വർഷമായിട്ടില്ല. പക്ഷെ 50,000 വർഷം പഴക്കമുള്ള മനുഷ്യന്റെ അസ്ഥികൂടം തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്ത് DNA ടെസ്റ്റ് നടത്തി തെളിയിച്ചിട്ടുണ്ട്. പത്രവാർത്ത എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഇനി പുതിയ കണക്ക് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയൊരു സിദ്ധാന്തം അവർ ആവിഷ്കരിച്ചപ്പോഴേ അതിങ്ങനെയാണ്. ആദമിൻ്റെ വീഴ്ച BC 5706. വീഴ്ച എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സ്വർഗത്തിൽ നിന്ന്, സ്വർഗത്തിലല്ല, ഭൂമിയിലാണ് ആദമിനെ സൃഷ്ടിച്ചത്. അപ്പൊ ആദമിന്റെ വീഴ്ച ഇവരെന്ന് പറയുന്നത് ഇവർ പറയാതെ പറയുന്നില്ല. ഇവരിപ്പോ എങ്ങനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് പറയാതിരിക്കുന്നത്? അതായത് വിലക്കപ്പെട്ട കനി, സാത്താന്റെ നിർദ്ദേശപ്രകാരം വിലക്കപ്പെട്ട കനി കഴിച്ച് അവർ ധാർമ്മികമായി പതിച്ചതിനാണ് വീഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ആ വീഴ്ച മാത്രമേ ഇന്ന ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആദമിന്റെ വീഴ്ച BC 5706. അപ്പോൾ അവർക്ക് ഒരു സൗകര്യത്തിനാണ്. അതിനു മുമ്പ് ഒരു 10,000 വർഷക്കാലം ആദം ജീവിച്ചിരുന്നു. ആദത്തിന് നഗ്നതാബോധം ഉണ്ടായത് ഈ പഴം കഴിച്ചതിന് ശേഷമാണ്. അപ്പം പിന്നീടാണ് ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ ഉണ്ടായത്, അതും ഉഭയും തമ്മിലൊക്കെ ഉണ്ടായത്, സന്താനങ്ങളുണ്ടായത്. അങ്ങനെ വന്നാൽ കൂടി 7000 ചില്ലാനും 5706 അധികം 2026 7030 വർഷമേ ആകുന്നുള്ളൂ. 7030 വർഷമേ മനുഷ്യ സംസ്കാരത്തിന് ഉള്ളൂ എന്നാണ് ബൈബിൾ ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് പറയുന്നത്. ഇങ്ങനെ എത്ര തിരുത്തിയാലും ബോധ്യപ്പെടാൻ സാധിക്കാത്ത വിഡ്ഢിക്കണക്കുകളാണ്. അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകത്തെ ആളുകൾ ക്രിസ്തു മതം ഉപേക്ഷിക്കുന്നത്. പിന്നെ ട്രംപും അമേരിക്കയുടെ സാമ്രാജ്യവാദത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ക്രിസ്തുമതം. ഇവാഞ്ചലിസ്റ്റ് മതവും ക്രിസ്തുമതവും ഒക്കെ അവരാണ് ഇതെല്ലാം ഉണ്ടാക്കുക. അവർ കാശ് കൊടുത്ത് ജയിക്കുന്ന കാര്യങ്ങൾ. ഈ FCRA നിയമം വരുന്നതിൻ്റെ എതിരായിട്ട് അമേരിക്ക പറഞ്ഞത് എന്താണ്? ഇവിടുത്തെ കത്തനായ പറയുന്നത് എന്താണ്? മോദിയും പിന്നെ അമിത്ഷായും ഒക്കെ ഭയപ്പെടണം, അവർക്ക് ഈ നിയമം കൊണ്ടുവല്ലെന്ന് പറയുന്നത്. അതായത് അമേരിക്ക വന്ന് ഏതാണ്ട് ചെയ്യും എന്ന രീതിയിലാണ് പറയുന്നത്. അവരുടെ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഈ തെക്കേ അമേരിക്കയിലെ ഒരു ഭരണാധികാരിയെ പൊക്കിയെടുത്തുകൊണ്ട് വെനിസ്വേലയിലോ അവിടെ പൊക്കിയെടുത്തുകൊണ്ട് പോയാൽ ഇവിടെ വന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായും ഒക്കെ പൊക്കിയെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളാണ് ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ പാതിരിമാരെ. അത് സ്വയം പറയുന്നുണ്ട്. ഇന്ന് ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.